പ്രാർത്ഥന, നിശബ്ദത, വിധേയത്വം, ജ്ഞാനവായന. പരിശുദ്ധാത്മാവിനോട് തുറവിയുള്ളവരാകുവാൻ 10 വഴികൾ. പരിശുദ്ധാത്മ വഴികളിൽ തുറവിയുള്ളവരായാൽ നാളെയുടെ വിശുദ്ധരാകാനുള്ള പാതയിലാണ് നമ്മൾ. പരിശുദ്ധാത്മാ അറിവിൽ, സ്നേഹത്തിൽ, ഐക്യബന്ധത്തിൽ വളരാനും അതുവഴി ജീവിതത്തിൽ പരിവർത്തനം വരുത്താനുമുള്ള 10 വഴികൾ താഴെ പറയുന്നു. ഒന്നാമതായി പറയുന്ന പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ശക്തി എന്നറിയാമല്ലോ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക എന്നത് ഒരു ശീലമാക്കണം. പരിശുദ്ധാത്മാവിനുള്ള പരമ്പരാഗത പ്രാർത്ഥനയായ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, നിൻ്റെ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ നിറയണമേ, നിൻ്റെ ദൈവിക സ്നേഹത്താൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ശീലമാക്കുക. രണ്ടാമതായി അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ വായിക്കുക. 3. പരിശുദ്ധാത്മദാനങ്ങളെക്കുറിച്ച് അറിയുക. മാമോദീസായിലൂടെ സ്വീകരിച്ചതും സ്ഥൈര്യലേപനത്തിലൂടെ പരിപോഷിക്കപ്പെട്ടതുമായ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മയിൽ കൊണ്ടുവരിക, അവ തിരിച്ചറിയുക. അവ ഇപ്പോഴും നമ്മിൽ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ അവയെ ഉണരാൻ അനുവദിക്കുക. 4. നിശബ്ദതയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലും പരിശുദ്ധാത്മ നിയന്ത്രണങ്ങൾക്ക് കാതോർക്കാൻ നമ്മൾ നിശബ്ദത ശീലിക്കണം. സാമുവേലിനെ പോലെ കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസരിതാ ശ്രവിക്കുന്നു എന്ന് പറയാൻ നമ്മൾ നിശബ്ദത ശീലിക്കണം. വിധേയത്വമാണ് 5-മതായി പറയുന്നത്. പരിശുദ്ധാത്മാ വിധേയത്വത്തിൽ വളരുന്നതിന് നിശബ്ദത അനിവാര്യമാണ്, അത്യാവശ്യമാണ്. കൃപയിൽ ജീവിക്കുന്ന, വിശുദ്ധിയിൽ സത്യസന്ധമായി പുരോഗമിക്കുന്ന, പരിപൂർണത അന്വേഷിക്കുന്ന ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്ന സ്വർഗീയ പ്രചോദനങ്ങളോട് തുറവിയുള്ളവനായിരിക്കും. 6. വായനയാണ്. 7-മതായി പറയുന്നത് ശ്രദ്ധയും ജാഗ്രതയുമുള്ളവരായിരിക്കണം. നമ്മളെ നിരുത്സാഹരാക്കുകയും നിരാശയിലേക്ക് തള്ളിവിടുകയുമാണ് സാത്താൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്നറിയാമല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി നമ്മൾ അറിവുള്ളവരാകണം. നമ്മുടെ ആത്മാവിലെ മാധുര്യമുള്ള അതിഥിയായ പരിശുദ്ധാത്മാവ് സാത്താനിൻ്റെ നേരിട്ടുള്ള എതിരാളിയാണ്. 8-മതായിട്ട് പ്രാർത്ഥനയും പരിഹാരവും ശക്തിയും സ്ഥിരതയും പൂർണ്ണതയുമാണ് പറയുന്നത്. 5 Pകൾ പരിശുദ്ധാത്മാവിനുള്ള ഐക്യത്തിൽ വളരുന്നതിന് ശ്രദ്ധിക്കണം. 1. പ്രയർ, പ്രാർത്ഥന. 2. പെനൻസ്, പരിഹാരം. 3. പവർ, ശക്തിയോടെയുള്ള പ്രാർത്ഥന. 3. പെർസിവിയർ, സ്ഥിരത. 5. പെർഫെക്ഷൻ, പൂർണ്ണത. ആദ്യത്തെ 4 പടി പൂർത്തിയാകുമ്പോൾ പൂർണ്ണതയിലേക്ക് നമ്മൾ വളർന്നുകൊള്ളും. 9-മത്തെ പറയുന്നത് ഏകാന്തതയിൽ ആത്മാവിനോട് സംസാരിക്കുക. 10-മതായി പറയുന്നത് പരിശുദ്ധ കന്യകാമറിയത്തോടൊപ്പം പ്രാർത്ഥിക്കുക.